കോട്ടയം വൈക്കത്ത് കാണാതായ AEO ഓഫീസിലെ സീനിയർ സൂപ്രണ്ടിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മറവൻതുരുത്ത് സ്വദേശി ശ്യാംകുമാർ. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്യാംകുമാറിന് മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കൾ. തിരുവനന്തപുരം വെള്ളനാട് KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. വെള്ളനാട് നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് പോവുകയായിരുന്ന ബസ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ ആളപായമില്ല. മാലിന്യമുക്തം നവകേരള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാട് പഞ്ചായത്തിൽ തുടക്കം. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ നിമ്മി സക്കറിയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തൃശൂർ പീച്ചിയിൽ 2.5 കിലോ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതിയടക്കം 5 പേർ പിടിയിൽ. ഷാഡോ പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികളുടെ പേരിൽ നിരവധി കേസുകൾ ഉള്ളതായി അന്വേഷണ സംഘം. ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി തൃശൂർ കില ക്യാമ്പസിൽ ഫലവൃക്ഷ തൈ നടൽ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇനത്തിലുള്ള 34 ഫലവൃക്ഷ തൈകൾ നട്ടു. 1990-ലായിരുന്നു തൃശൂരിലെ മുളങ്കുന്നത്തുകാവ് ആസ്ഥാനമാക്കി കില പ്രവർത്തനം തുടങ്ങിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഗാന്ധിയൻ സംഘടനകളും സംയുക്തമായി നടത്തുന്ന ഗാന്ധി ദർശൻ പരിപാടിയുടെ തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാർത്ഥി സംഗമം പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികൾക്ക് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ കരകൗശല പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകി. 25 വിദ്യാലയങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. ഹൃദയം ആരോഗ്യം, മനുഷ്യന്റെ ആരോഗ്യം എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി ട്രക്കിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് വാക്കത്തൺ സംഘടിപ്പിച്ചു. പരിപാടി ട്രക്ക് പ്രസിഡന്റും റിട്ടയർഡ് DYSPയുമായ T രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. 50ഓളം വോളണ്ടിയർമാർ വാക്കത്തണിൽ പങ്കെടുത്തു. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രത്തിൽ ഹൃദയ ദിനാചരണ സെമിനാർ സംഘടിപ്പിച്ചു. ഹൃദയ ദിനാചരണം തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് സാളൂർ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് നക്ലോയ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ സന്ദീപ്. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായ ഡ്രൈവർ കാറിടിച്ചു കയറ്റുകയായിരുന്നു. മലപ്പുറം എടപ്പാളിൽ പ്രാർത്ഥനകളുടെ നിറവിൽ നടുവട്ടം ഉറൂസിന് സമാപ്തി. സമൂഹ സിയാറത്തോടെ തുടങ്ങിയ ഉറൂസ് മുബാറക്കിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്ക് കക്കിടിപ്പുറം സ്വാലിഹ് മുസ്ലിയാർ നേതൃത്വം നൽകി. ജയ്പൂരിൽ മുസ്ലിം വിഭാഗത്തിലുള്ള പച്ചക്കറി കച്ചവടക്കാരനെ മർദ്ദിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത യുവാവ് അറസ്റ്റിലായത് അൻഷുൽ ഡാഢിച്ച് എന്ന യുവാവ്. ജയ്പൂരിലെ ബ്രഹ്മപൂരിൽ വെച്ചായിരുന്നു ഷാറൂസ് എന്ന കച്ചവടക്കാരനു നേരെ അതിക്രമം നടന്നത്. കോഴിക്കോട് കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ സ്കൂട്ടർ മറിഞ്ഞ അപകടത്തിൽ വിനോദസഞ്ചാരികളായ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നീലേശ്വരം പോലീസ് കേസെടുത്തത് KV സുമേഷ്, P രാജേഷ് എന്നിവർക്കെതിരെ. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിലെ മേൽ ബ്രാഞ്ചിലും സായാഹ്ന ശാഖയിലുമാണ് പ്രതികൾ മുക്കുപണ്ടം പണയം വെച്ചത്. തൃശൂർ പാടൂരിൽ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1979-ൽ സ്ഥാപിതമായ സ്കൂളിൽ 2024 വരെ സർവീസിൽ നിന്ന് വിരമിച്ച അനധ്യാപകരുടെ പൂർവ്വ സംഗമമാണ് നടന്നത്. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെതിരെ അധിക്ഷേപം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് കമലയെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. വിസ്കോസിനിൽ നടന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് ട്രംപിന്റെ പരാമർശം.